ഇന്ന് നമുക്ക് ഫിഷ് ഫ്രൈ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ഞാൻ തയ്യാറാക്കുന്നത് മാന്തൽ ഫിഷ് വെച്ചിട്ടാണ്. ഏത് ഫിഷ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഈ ഒരു മോഡലിൽ ഉണ്ടാക്കാൻ. 2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, പിന്നെ ആവശ്യം 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യം നമുക്ക് ഗരം മസാലയാണ് ഒരു 1/2 ടീസ്പൂൺ, പെപ്പർ പൗഡറും അതേപോലെ 1/2 ടീസ്പൂൺ വീതമാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഒരു വലിയ ചെറുനാരങ്ങേൻ്റെ പകുതി നന്നായിട്ട് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. അത് ഒരു വലിയ ചെറുനാരങ്ങേൻ്റെ പകുതി മാത്രം എടുത്താൽ മതി. വിനീഗർ ഉണ്ടെങ്കിൽ വിനീഗറും ഉപയോഗിക്കാം, അപ്പോൾ ചെറുനാരങ്ങ ഇല്ലെങ്കിൽ. പിന്നെ ആവശ്യത്തിന് കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത്. നല്ല വെളിച്ചെണ്ണ ഒരു 1.5 ടീസ്പൂണോ ടേബിൾ സ്പൂണോ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് ചതച്ചെടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഇത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒന്ന് കട്ടിയായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ആവശ്യത്തിന് കുറച്ച് വല്ലാതെ വെള്ളമായി പോകരുത്. വല്ലാതെ ലൂസായാലും ബുദ്ധിമുട്ടാണ് നമുക്ക് ഫിഷിൻ്റെ അകത്ത് പുരട്ടിയെടുക്കാൻ. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ കുറച്ച് നോക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ളത് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഫിഷ് ഇതിൻ്റെ മേലെ പുരട്ടിയെടുക്കാം. അങ്ങനെ ഞാനൊരു 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു മീഡിയം ടൈപ്പിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മസാല പുരട്ടിയെടുക്കാം. എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ അങ്ങനെ പുരട്ടിയെടുക്കാം. അങ്ങനെ ഇതിപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് ചെയ്യാണ്. എല്ലാം കൂടി ഒന്നായിട്ട് ഇടുമ്പം ഇത് വലിയ ഫിഷ് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടാൽ മതി. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നമുക്ക് ഫിഷിൻ്റെ മേലെ ആക്കി കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ലാസ്റ്റ് 4ാമത്തെ പീസും ഞാൻ ഇട്ട് ഫിഷിൻ്റെ അങ്ങനെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നമുക്ക് മസാല പുരട്ടിയെടുക്കാം. അങ്ങനെ മൊത്തത്തിലിത് മസാല പുരട്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിന് ശേഷം നമുക്കിതൊന്ന് 1/2 മണിക്കൂർ നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിനി ഇതിനെ നമ്മളൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഫ്രീസറിൽ വെക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ആണ് ഒഴിച്ചു കൊടുക്കാൻ താല്പര്യം വെച്ചാൽ അത് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മളൊരു കറി ലീവ്സോ 1-2 കറി ലീവ്സോ ഇട്ട് കൊടുക്കാം. അതൊന്ന് റെഡിയായി അത് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് നമ്മളെ ഫിഷ് ഫ്രീസ് ചെയ്ത് വെച്ച ഫിഷ് ഒരു 15 മിനിറ്റ് ഞാൻ വെച്ചിട്ടുള്ളൂ. ഫ്രീസറിൽ വെച്ചുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു 1/2 മണിക്കൂർ. ഓക്കെ, പിന്നെ അതങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഓരോരോ സൈഡും 5 മിനിറ്റ് വീതമാണ് ഞാൻ ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുള്ളത്. ഇത് ഏത് ഫിഷിൽ വേണമെങ്കിലും ഈ മസാല ഉപയോഗിച്ച് ചെയ്യാം. ഈ ഫിഷിൽ മാത്രമല്ല ഏത് ഫിഷിൽ വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ 5 മിനിറ്റ് കൂടുമ്പോൾ സിമ്മിലിട്ടിട്ട് ചെയ്താൽ മതി. 2 ഭാഗവും മറിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇത് 2 സൈഡും ഇങ്ങനെ മറിച്ചിട്ടിട്ടുണ്ട്. ഫിഷ് ഒരു പകുതി 2 സൈഡായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കറി ലീവ്സ് ലാസ്റ്റും ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ.